അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോൺഗ്രസ് ഈ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇന്നലെ രൺദീപ് ജയ്സ്വാളിന്റെ വാർത്താ സമ്മേളനം നടന്നത്. അതിൽ അദ്ദേഹം ഇപ്പോൾ നമ്മൾ പലതവണ പറഞ്ഞു കഴിഞ്ഞതുപോലെ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരു വ്യാപാര ഇടപാടെന്നൊക്കെയുള്ളതിലൊന്നും ചർച്ചയായിട്ടേ ഇല്ല, മൂന്നാം കക്ഷി ഇടപെടൽ ഉണ്ടായിട്ടില്ല, അത് അനുവദിക്കുകയുമില്ല, POK എന്നത് മാത്രമാണ് നമ്മുടെ ചർച്ചാ വിഷയം എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാം. പക്ഷേ അപ്പോഴും ഇപ്പോൾ അല്പസമയം മുൻപ് ജയറാം രമേശ് പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ. കോൺഗ്രസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചോദിക്കുന്നുണ്ട് ഈ ചോദ്യം. അവിടെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരാണ്? ഇപ്പോൾ ഞങ്ങൾ തുടക്കത്തിൽ കേൾപ്പിച്ചത് എയർഫോഴ്സ് 1-ൽ ഇരുന്നു കൊണ്ട് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഈ അവകാശവാദം ഉന്നയിക്കുന്നതാണ്. ഇന്ത്യ പാക് വിഷയത്തിൽ അമേരിക്ക ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള അദ്ദേഹത്തിൻ്റെ അവകാശവാദം ഇത് 5 തവണയാണ് അദ്ദേഹം ട്വീറ്റിലൂടെയും അദ്ദേഹത്തിൻ്റെ ഈ മൈക്കിന് മുന്നിലൂടെയും ഒക്കെ പറഞ്ഞ് ആകെ 5 തവണ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഇതൊക്കെ പറയുമ്പോഴും അദ്ദേഹം അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കൂടാതെ മാർക്കോ റൂബിയോ, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, അമേരിക്കയുടെ റോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, ആൻഡ് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദം ദാറ്റ് ദ വാർ സ്റ്റോപ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിലെന്തുകൊണ്ടാണ് ഒന്നുകിൽ അവിടെ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നതിന് ഇവിടെ പ്രധാനമന്ത്രി മറുപടി പറയണം, അതല്ലെങ്കിൽ ഡോക്ടർ ജയശങ്കർ മാർക്കോ റൂബിയോയ്ക്ക് മറുപടി പറയണം. ഇതാണല്ലോ വേണ്ടത്. ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്ന ചോദ്യം പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി എന്താണ്? അതിന് മറുപടി ഈ രാജ്യത്തിൻ്റെ വിദേശകാര്യ വകുപ്പിൻ്റെ സ്പോക്സ് പേഴ്സൺ രൺദീർ ജയ്സ്വാൾ ഇന്നലെ പറഞ്ഞു. ഞാനൊന്ന് വായിക്കാം. ന്യൂഡൽഹി ഡിസ്മിസ്ഡ് Trump's claim that the US has made the two South Asian nations agree on a ceasefire by using the threat of stopping trade with both India and Pakistan. Randhir Jaiswal, the spokesperson of the Ministry of External Affairs, said that the issue of trade had never come up during the talks between the US officials and the top brass in New Delhi from the time Operation Sindoor commenced on May 7 till the understanding was reached between India and Pakistan on cessation of military actions on May 10. We have a long-standing national position that any issue pertaining to the Indian Union territory of Jammu and Kashmir has been addressed by India and Pakistan bilaterally. That stated policy has not changed. പോരെ, ഇനി എന്താ അതിൽ കൂടുതൽ വേണ്ടത്? ഈ രാജ്യത്തിൻ്റെ വിദേശകാര്യ വകുപ്പിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്താ തമാശയാണ്. ഹീസ് എ സീനിയർ മോസ്റ്റ് ഓഫീസർ, ഹീസ് എ റെസ്പോൺസിബിൾ ഓഫീസർ. അദ്ദേഹം വന്നിന്ന് പറയാണ് ഞങ്ങൾ തമ്മിൽ ട്രേഡ് സംസാരിച്ചിട്ടില്ല, ദർ ഈസ് നോ തേർഡ് പാർട്ടി ഇൻ്റർവെൻഷൻ, US മീഡിയേഷൻ ഇല്ല, ഗവൺമെൻറ്റിൻ്റെ കാലാകാലമുള്ള നിലപാട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം രണ്ട് കൂട്ടരും കൂടി ദ്വികക്ഷി ചർച്ചയിൽ പരിഹരിക്കണമെന്നാണ്. ഇത് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ അവരോട് എന്ത് പറയാൻ? ഇവർക്കുള്ള മറുപടി ശരത് പവാർ കൊടുത്തിട്ടുണ്ട്. ഇവരെ കൂടെ നടക്കുന്ന ശരത് പവാർ, അയാൾക്ക് തലയ്ക്കകത്ത് ആള് താമസം ഉണ്ടല്ലോ, അതുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് പാർലമെന്റ് സമ്മേളനം വിളിക്കാൻ പറ്റൂല, ഈ വക കാര്യങ്ങളൊന്നും പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ പറ്റൂല, അതിൻ്റെ അവസരമല്ല, അത് ചെയ്യാൻ പാടില്ല എന്ന്. അത് അയാൾ പറഞ്ഞതെങ്കിലും അനുസരിക്ക്. കോൺഗ്രസ്സുകാർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിശ്വാസമല്ല. ഞാൻ ചോദിക്കട്ടെ, സർജിക്കൽ സ്ട്രൈക്കിന് നിങ്ങൾ തെളിവ് ചോദിച്ചില്ലേ? നിങ്ങൾക്ക് ഇന്ത്യൻ പട്ടാളത്തെ ഭയങ്കര വിശ്വാസമായിട്ടാണ് നിങ്ങളൊന്ന് തെളിവ് ചോദിച്ചത്. ബാലാക്കോട്ടിലെ എയർ സ്ട്രൈക്കിന് നിങ്ങൾ തെളിവ് ചോദിച്ചില്ലേ? ഭയങ്കര വിശ്വാസമായിട്ടല്ലേ നിങ്ങൾ തെളിവ് ചോദിച്ചത്? നാണുണ്ടോ നിങ്ങൾക്ക്? ഇന്ത്യൻ പട്ടാളത്തിലെ ഉദ്യോഗസ്ഥന്മാർ പത്രസമ്മേളനം നടത്തി പറഞ്ഞില്ലേ ബാലാക്കോട്ടിൽ എയർ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട്, 100 ചില്ലാനം തീവ്രവാദികളെ കൊന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ പാകിസ്ഥാൻ്റെ അതേ വാദം, അവിടെ ഫോറസ്റ്റിൽ കുറേ മരങ്ങൾ നശിപ്പിച്ചു എന്നുള്ള വാദം എടുത്ത് പൊന്തിച്ച് നടന്നല്ലേ നിങ്ങൾ? വെറുതെ നിങ്ങൾക്ക് ഡൽഹിയിൽ വട്ടപ്പൂച്ച കിട്ടിയത്? രാഹുൽ ഗാന്ധി വോട്ട് ചെയ്യാൻ ഇവിടെ അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ, ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുള്ളത് അല്ലല്ല, എൻ്റെ ഒരു സംശയമാണ്. അതായത് സംശയം ഞാൻ തീർത്തരാം കേട്ടോ. വെറുതെ അല്ല, രാഹുൽ ഗാന്ധി വോട്ട് ചെയ്യാൻ പോകുന്ന ബൂത്തിലെ 45 വോട്ട് വലിയ നേതാവ് വോട്ട് ചെയ്യാൻ പോകുന്ന ബൂത്തിൽ വെറുതെ അല്ല അങ്ങനെ ആയത്. അല്ല, നമ്മൾ ഈ വിഷയത്തിലേക്ക് വരും. തെളിവ് ചോദിച്ചവരാ. ഈ വിഷയത്തിലേക്ക് വരും. അതായത് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ആണ്, അതിന് നമുക്കൊരു തർക്കവുമില്ലല്ലോ. അപ്പോൾ അദ്ദേഹം ആവർത്തിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് അദ്ദേഹം ഈ പറയുന്നതിന് തടയിടുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടതാണല്ലോ. അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന, അത് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ഒന്നും ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ അത് അതേ രീതിയിൽ തന്നെ അതിന് മറുപടി കൊടുക്കാൻ നമ്മൾ എന്തുകൊണ്ടാണ് മടിക്കുന്നത്? ശ്രീപത്മനാഭൻ, ആർക്കാ മടി? New Delhi also dismissed Trump's claim that US had made
the two South Asian nations agree on a ceasefire. പത്രക്കാരെടുത്ത് ചോദിക്കുകയാണ്. ട്രംപ് പറയുന്നുണ്ടല്ലോ ഞങ്ങളാണിത് രണ്ട് കൂട്ടരെ മധ്യസ്ഥയിൽ എത്തിച്ചതെന്ന്. അല്ല, ഡിസ്മിസ്ഡ്. അങ്ങനെയല്ല. ഈ രാജ്യത്തിന് വിദേശകാര്യ വകുപ്പിന്റെ ഡെസിഗ്നേറ്റഡ് ഓഫീസറാണ് ചുമതലപ്പെടുത്തി പറഞ്ഞ ആളാ പറയുന്നത്. അത് വിശ്വാസമില്ല. നിങ്ങൾക്ക് ആരെയാ വിശ്വാസം? കോൺഗ്രസ്സുകാരാ ആരെയാ വിശ്വാസം? ബാലാക്കോട്ടിലെ നിങ്ങൾക്ക് വിശ്വാസം പാകിസ്ഥാന്റെ പ്രസ്താവനകളെയായിരുന്നു. അതിന്റെ ഫലം അപ്പൊ അനുഭവിക്കുന്നത്. എന്തെങ്കിലും വിളിച്ചു പറയുക. ഈ രാജ്യത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ രാജ്യത്തോടും ലോകത്തോടും പറയുന്നത് വിശ്വസിക്കാൻ സാധ്യമല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട്. പിന്നെ ജയറാം രമേശ്, ഹൂ ഈസ് ജയറാം രമേശ്? AICC ആഫീസിലെ ശമ്പളക്കാരനാ. ഞാൻ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞ വാക്കല്ല. ഗുലാം നബി ആസാദ് പറഞ്ഞ വാക്കാ. AICC ആഫീസിലെ ശമ്പളക്കാരനാ ഇപ്പൊ കോൺഗ്രസിനെ നയിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞ വാക്കല്ല കേട്ടോ, തെറ്റിദ്ധരിക്കണ്ട. ഗുലാം നബി ആസാദ് പറഞ്ഞ വാക്കാ. ഈ ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. ഇന്ന് വരെ ഒരു തെരഞ്ഞെടുപ്പിന് മത്സരിച്ചിട്ട് ആ മഹാൻ ജയിച്ചിട്ടുണ്ടോ? ജയറാം രമേശ് അല്ല, നമ്മൾ പ്രതിപക്ഷം ഓരോ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെ ആ രീതിയിൽ തന്നെ നമ്മൾ കാണുകയാണ്. അല്ലാതെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങളും കോട്ടങ്ങളും പറഞ്ഞുകൊണ്ടല്ലല്ലോ നമ്മൾ ചോദ്യത്തെ നേരിടേണ്ടത്.